എല്ലാവർക്കും നമസ്കാരം, സുസ്വാഗതം കളിക്കളത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ചൊവ്വാഴ്ച ദിവസമാണ്. ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആഴ്ചത്തെ ലാസ്റ്റ് എപ്പിസോഡ് ആൻഡ് ഈ മാസത്തെ അവസാനത്തെ എപ്പിസോഡ്, ഏപ്രിൽ മാസവും അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കൾ. നാളെ തൊഴിലാളി ദിനമാണ്. തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഓരോരുത്തരും, നമ്മളെല്ലാവരും തൊഴിലാളികളാണ്. ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ തൊഴിലാളികളാണ്. ലോക തൊഴിലാളി ദിന ആശംസകൾ നേരുന്നു എല്ലാ തൊഴിലാളികൾക്കും. ഞാനും ഒരു VJ എന്ന് പറയുമ്പോൾ തൊഴിലാളിയാണ്. ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് തൊഴിലാളിയാണ്. ഓരോരുത്തരും ഏതെങ്കിലും വിധത്തിൽ തൊഴിലാളികളും വിദ്യാർത്ഥികളും മാത്രമാണ് നമ്മളുള്ളത്. പലരും തൊഴിലാളികളായിരിക്കെ വിദ്യാർത്ഥികളായിരിക്കെ തൊഴിലാളികളാണ്. അപ്പോൾ എല്ലാ തൊഴിലാളികൾക്കും തൊഴിലാളി ദിനാശംസകൾ നേരുന്നു ഇൻ അഡ്വാൻസ്. അപ്പോൾ നാളെയാണ് മെയ് 1 മെയ് ദിനം എന്ന് പറയുന്ന ദിവസം നാളെയാണ്. അപ്പോൾ നമ്മളിത് ഗെയിമിൽ എന്താന്ന് പറഞ്ഞാൽ ഈ കിടക്കുന്ന അക്ഷരങ്ങൾ, ഓരോ അക്ഷരങ്ങളിലും ഓരോ ഗെയിം ഉണ്ടാവും. ആ ഗെയിമിലൂടെയാണ് നമ്മൾ പോകുന്നുണ്ടാവും. ആ ഗെയിമിലൂടെ പോകുന്നതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിജയിക്കുന്ന ഓരോരുത്തർക്കും സമ്മാനങ്ങൾ തരുന്നുണ്ടാവും. സമ്മാനങ്ങൾ തരുന്നത് ഒന്ന്, ഒരു ഉജാലയുടെ ഗിഫ്റ്റ് ഹാമ്പർ സമ്മാനമായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ജയിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉജാലയുടെ സമ്മാനം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുക ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂൺ, അതായത് സ്ത്രീകൾ സുന്ദരിയാകാൻ വേണ്ടിയിട്ടുള്ള ഗ്രീൻ ഒലിവ് ബ്യൂട്ടി സലൂണിൽ പോകാനുള്ള 100 dirhamsന്റെ വൗച്ചർ സമ്മാനമായിട്ട് കിട്ടും. അതല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഭക്ഷണമാണ്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അൽ മജ്ലിസ് റെസ്റ്റോറൻറ്റ് ഷാർജ റോള, അവിടെ നിന്നുള്ള അൽ മജ്ലിസിൽ പോയി ഭക്ഷണം കഴിക്കാനുള്ള ഒരു ഫുഡ് വൗച്ചർ സമ്മാനമായിട്ട് കിട്ടും. അവിടെ പോയി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞാൽ ഡിന്നർ ആയിരിക്കും. ഡൈൻ ഇൻ വൗച്ചർ ആയിരിക്കും സമ്മാനമായിട്ട് കിട്ടുന്നുണ്ടാവുക. അതിന് വേണ്ടിയിട്ടുള്ളതും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഇനി അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ദുബായ് ക്രോക്കഡൈൽ പാർക്കിൽ പോകാനുള്ള ഒരു വൗച്ചർ ആയിരിക്കും. അത് 2 പേർക്കുള്ള കപ്പിൾ ഇൻവൈറ്റ്സ് ടിക്കറ്റ്സ് ആയിരിക്കും. വലിയ ആളുകൾക്കുള്ള 2 ഇൻവിറ്റേഷൻ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. അത് നിങ്ങൾ വിളിച്ച് വിൻ ചെയ്ത് കഴിഞ്ഞാൽ 800-825-825 എന്നുള്ള നമ്പറിൽ വിളിച്ച് നിങ്ങൾ ഇവിടെ നിന്നും നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഈ നമ്പർ നേരെ നമ്മൾ അവിടെ കൊടുക്കുകയായിരിക്കും. അവിടെ നിന്നായിരിക്കും നിങ്ങൾ വിളിക്കുകയും നിങ്ങൾക്ക് ഡേറ്റും ടൈമും ഒക്കെ തരുന്നുണ്ടാവുക. ആ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാം, നിങ്ങൾ ഈ മുതലകളുടെ ഫീഡിങ് ടൈം എപ്പോഴാണ്, ആ ടൈമിൽ വരാനുള്ള എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അങ്ങനെ ചോദിച്ച് ആ ടൈമിലാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മുതലക്കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ ഫുഡ് കൊടുക്കുന്ന ആ സമയത്ത് പോയാൽ ഞങ്ങൾക്ക് അതും കൂടി കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് ചോദിക്കാം അങ്ങോട്ട്, നമുക്ക് ആ ടൈം കിട്ടാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് പോകാൻ പറ്റും. ഇത് കിടക്കുന്നത് നമ്മൾ നേരത്തെ നമ്പേഴ്സ് ആയിരുന്നു. നമ്പേഴ്സിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി നമ്മൾ ABCD എന്നുള്ള അക്ഷരത്തിലേക്ക് ഇടുകയും P വരെയുള്ള അക്ഷരം മാത്രമേ നമ്മളെടുത്തുള്ളൂ. ABCD അങ്ങനെ പറഞ്ഞിട്ട് P വരെ A to P, അതോ Pയിലുള്ള അക്ഷരമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് അക്ഷരവും സ്റ്റാർട്ട് ചെയ്യാം. Aയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അക്ഷരം തിരഞ്ഞെടുക്കാം. ആ തിരഞ്ഞെടുക്കുന്ന അക്ഷരത്തിൽ ഓരോ അക്ഷരത്തിലും ഓരോ ഗെയിം ആയിരിക്കും ഉണ്ടാകുന്നുണ്ടാവുക. അങ്ങനെയുള്ള ഓരോ ഗെയിമിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കായിരിക്കും ആ ഗെയിം കളിച്ച് ജയിക്കാനുള്ള അവസരം ഉണ്ടാവുക. 0423824991 എന്നുള്ള നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. വിളിക്കുമ്പോൾ ടിവിയുടെ വോളിയം വെക്കാതെ മൊബൈലിൽ തന്നെ ശ്രദ്ധിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. 2 മിനിറ്റ് നേരമാണ് ഓരോ ഗെയിംസിനും ടൈം ലിമിറ്റ് ഉണ്ടാവുക. 2 മിനിറ്റ് നേരം കൊണ്ടായിരിക്കും നിങ്ങൾ സംസാരിക്കേണ്ടി വരിക, ഈ ഗെയിം മത്സരിക്കേണ്ടി വരിക. 2 മിനിറ്റ് നേരം നിങ്ങൾ വേറെ ഒന്നും ആലോചിക്കാതെ ഈ ഗെയിമിൽ മാത്രം നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്. അഥവാ നിങ്ങൾ ആ 2 മിനിറ്റിനിടയിൽ ഞാൻ പറയുന്ന ചില പൊടിക്കൈകളിൽ എവിടെയെങ്കിലും നിങ്ങൾ വീണുപോയാൽ നിങ്ങൾ ഔട്ടാവുകയും ചെയ്യും. ഞാൻ ഇതിനിടയിൽ കൂടി നിങ്ങളെ ഔട്ടാക്കാൻ വേണ്ടി ഞാൻ പല രീതിയിലും പല വഴിയും സഞ്ചരിക്കും. നമ്മുടെ പഴയ ഇതിൽ പറഞ്ഞ പോലെ ലക്ഷ്യം ആണ് പ്രാധാന്യം, മാർഗമല്ല എന്ന് പറയുന്ന പോലെ 0423824924 എന്നുള്ള 91 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ലാൻഡ് ഫോൺ നമ്പറാണ്. തികച്ചും സൗജന്യമായി നിങ്ങൾ വീട്ടിലുള്ള ലാൻഡ് ഫോൺ എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. വിളിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ടിവിയുടെ അടുത്താണ്, തൊട്ടപ്പുറത്തേക്ക് പോകുക, അല്ലെങ്കിൽ ടിവിയുടെ വോളിയം കുറച്ച് വെക്കുക, അങ്ങനെ വേണം സംസാരിക്കാൻ. ചെറിയൊരു 10 സെക്കൻഡ്സിൻ്റെ ലാഗ് ഉണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വിളിക്കുക. നമുക്ക് ഈ അക്ഷരങ്ങളിലൂടെ പോയിട്ട് വേണം ഗെയിംസിലേക്ക് പോകാനായിട്ട്. ഓരോ അക്ഷരങ്ങളിലും ഓരോ ഗെയിമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ആ ഗെയിം വന്നതിന് ശേഷം നിങ്ങൾക്ക് കിട്ടുന്നില്ല, നിങ്ങൾക്ക് പാടേണ്ട ഗെയിമാണ്, പാടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോകാവുന്നതാണ്. ഒരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു ഒരു ചെറിയ ബ്രേക്ക്. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. യെസ്, അപ്പോൾ നമുക്ക് അംഗം തുടങ്ങാം, ആരംഭിക്കാം. കളിക്കളം പവേർഡ് ബൈ ടൈം എക്സ്പ്രസ് കാർഗോ ഇൻ അസോസിയേഷൻ വിത്ത് ടാൽ റോപ്പ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കോർണറിലേക്ക് പോവാം. ഹലോ, നമസ്കാരം, ആരാണ്? എൻ്റെ അടുത്തേക്ക് കണക്റ്റ് ആവുന്നതേ ഉള്ളൂ. ഹലോ 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 എനിക്ക് കേൾക്കുന്നില്ല, എനിക്ക് കണക്റ്റ് ആവുന്നതേ ഉള്ളൂ എന്നാ പറഞ്ഞത്. കണക്റ്റ് ആയി. ഹലോ ഹലോ, നമസ്കാരം, ആരാ? നമസ്കാരം, ഇത് ലക്ഷ്മിയാണ്. ലക്ഷ്മി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖല്ലേ?
സുഖമായിട്ടിരിക്കുന്നു. ലക്ഷ്മി അക്ഷരം പറയോ? ABCDEFGHIJKLMNOP പി വരെയുണ്ട്. അക്ഷരം പറയുമ്പോ ഒരു ബോക്സ് ഓപ്പൺ ആവും. ആ ബോക്സിൽ എന്ത് ഗെയിമാണോ ലക്ഷ്മിക്ക് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. ആ ഗെയിം എങ്ങനെ കളിക്കണ്ടെന്നും പറഞ്ഞുതരാം. ആ ഗെയിം ആയിരിക്കും കളിക്കേണ്ടത്. എന്നോ? എൽ ഫോർ ലക്ഷ്മി. എൽ ഫോർ ലക്ഷ്മി. ലക്ഷ്മിയുടെ എൽ എടുത്തിരിക്കുകയാണ്. ലക്ഷ്മിയുടെ എൽ എടുക്കും. ഗെയിം നല്ലതാണോ അല്ലതോ? ഓക്കെ. 2 1. അതായത് ഇംഗ്ലീഷ് മലയാളം ഇടകലർത്തി ബാക്കിലോട്ട് വരണം. ഇപ്പൊ 2 എന്ന് പറഞ്ഞാല് 1 എന്ന് പറയണം. 3 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയണം. 3 എന്ന് പറഞ്ഞാൽ 2 എന്ന് പറയണം. റിവേഴ്സ് ഗിയർ. അപ്പം 3 എന്ന് പറഞ്ഞാൽ ഞാൻ 2 എന്ന് പറയണം. അതെ, ഞാൻ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 എന്ന് പറയണം. ബിലോ 100 പറയുള്ളൂ. എന്താ? ബിലോ 100 പറയുള്ളൂ. 100ന് മുകളിൽ പോകില്ല. 100ന് താഴെ മാത്രം. നമ്പേഴ്സ് മാത്രം. അത് ശരി. ഓൺലി നമ്പേഴ്സ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ ലക്ഷ്മിക്ക് കൊടുക്കുന്ന ഫസ്റ്റ് നമ്പർ 33. 32. അങ്ങനെയാണ് പറയേണ്ടത്. 31. 30. പെട്ടെന്ന് പറയണം. പക്ഷേ 29. 28. 27. 26. 20. 19. പെട്ടെന്ന് പറ. 3. 2. 1. ഈ സമയം ഒരുപാട് എടുക്കരുത് കേട്ടോ. പെട്ടെന്ന് പറയണം. 9. 8. 3. 2. പെട്ടെന്ന് പറ. 22. 21. 20. 91. 91. 91. 90. പെട്ടെന്ന് പറ. 30. 30. 29. 28. 27. 26. 25. 24. 23. 21. 20. 1. 0. 4. 3. 5. 4. പെട്ടെന്ന് പറ. 23. കേട്ടില്ല. 23. 22. 20. 19. 33. 32. 30. 29. 20 എന്നുള്ള വാക്ക് ഉപയോഗിച്ചു. അങ്ങനെ ഔട്ടായി പോയിട്ടുണ്ട്. കുഴപ്പമില്ല. അത് 29 എന്ന് പറഞ്ഞാൽ 20 എന്ന് വന്നു. അതുകൊണ്ട് ഔട്ടായി. സാരമില്ല, കുഴപ്പമില്ല. അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ലക്ഷ്മി, താങ്ക് യു സോ മച്ച്. വിളിച്ചതിൽ സന്തോഷം. ലക്ഷ്മി ആണ് ആദ്യമായിട്ട് ഔട്ടായി പോയത്. ഇന്നലെയും വിജയ ശതമാനം കുറവായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. 2 പേര് മാത്രമാണ് ഇന്നലെ ജയിച്ചിരുന്നത്. വളരെ കുറഞ്ഞ ആളുകളാണ് ജയിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ജയിച്ചത് ഒരാൾ മാത്രമായിരുന്നു. ഹലോ, നമസ്കാരം. ഹായ്, നമസ്കാരം. എന്താ പേര്? ഷർമിന. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. അപ്പൊ ഏതാ അക്ഷരം? എയോ? ഇവിടെ ടി വിയിൽ ശ്രദ്ധിക്കല്ലേ, ഫോണിൽ ശ്രദ്ധിക്കാം. ഓക്കെ, ഷർമിന എ എന്ന അക്ഷരം തിരഞ്ഞെടുത്തിരിക്കുന്നു. എന്താണത്? ഒരു ചെറിയ സൗണ്ട് നിങ്ങൾക്ക് ടി വിയിൽ കേൾക്കുന്നുണ്ടോ? എനിക്കും കേൾക്കാം. ടി വി മ്യൂട്ടാക്കി. അപ്പൊ വന്നൊരു കഥാപാത്രവും സിനിമയും കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഏത് സിനിമയിലാണ് എന്ന് പറയണം. ഏത് സിനിമയിലാണ്, ഏത് നടനാണ് പറഞ്ഞിരിക്കുന്നത് പറയണം. ഓക്കെ, ഞാൻ പറയുന്ന ഡയലോഗ് കേട്ടോ, ശ്രദ്ധിച്ചോ. എന്റെ ലക്ഷ്മി ഈ വീടിന്റെ മഹാലക്ഷ്മി, അവൾ ഇവിടെ കിടന്ന് പെടഞ്ഞ് മരിച്ചതാണോ ഞാൻ മറക്കേണ്ടത്? അങ്ങനെ ഒരു പേരുണ്ടോ? അന്നൂറാണ്. എന്താ പേര്? ഓക്കെ. സിനിമ? ഓക്കെ, അടുത്ത സിനിമ പറയട്ടെ. കർത്ത. അല്ല, ഞാൻ കർത്ത എന്നല്ല, എന്റെ പേര് പറഞ്ഞതാണ് കർത്ത. എല്ലാ സിനിമയും അരച്ച് കലക്കി കാണുന്ന ടീംസിനോടാ ചോദിച്ചത്. ഒന്നും കൂടി പറഞ്ഞേ. കർത്ത. ഞാൻ കർത്തോ എന്നല്ല, എന്റെ പേരാ പറഞ്ഞത് കർത്ത. ക്യാപ്റ്റൻ രാജു അല്ലേ?
ഡോക്ടർ പറഞ്ഞ ചിരിക്കരുതെന്ന്. ആ ക്യാപ്റ്റൻ രാജു അല്ലേ? ഞാൻ സനീഷ് ചാക്യാർ. ഇല്ല, പിന്നെ സിനിമ മറ്റേ CID മൂസ. ഇത് മാമുക്കോയാണ്. വെട്ടം എന്ന് പറയുന്ന സിനിമയിൽ ജഗദീഷ് ശ്രീകുമാറിന്റെ മുമ്പിൽ ഇരുന്നിട്ട് പറയുന്ന ഡയലോഗാണ് ചായ കുടിക്കുന്ന സമയത്ത് കേട്ടാ. ആരോടും പറയേണ്ട തോറ്റ കാര്യം പോയിക്കോ. ഇപ്പൊ ആരും ജയിക്കുന്നില്ല, പഴയ പോലെ അല്ല. ഞാൻ കുറച്ച് സ്ട്രോങ്ങാ. ഞാനും എൻ്റെ പിള്ളേരും സ്ട്രോങ്ങാ, ഡബിൾ സ്ട്രോങ്. അയ്യ, അതിൽ ആലേട്ടനല്ല, മമ്മൂക്ക പറയുന്നല്ലേ ഞാനും എൻ്റെ പിള്ളേരും ഡബിൾ സ്ട്രോങ് ആണ് എന്ന് പറയുന്നത് മമ്മൂക്കയാണ്. അതുകൊണ്ട് തന്നെ അത് വെറുതെ പറഞ്ഞു. അതെനിക്ക് വേണമെങ്കിൽ ഒരു ചോദ്യമായിട്ട് എടുക്കരുത് അല്ലേ. ഞാനും എൻ്റെ പിള്ളേരും സ്ട്രോങ് ആ, ഡബിൾ സ്ട്രോങ്. അയ്യോ, ഡോക്ടർ പറഞ്ഞിട്ട് ചിരിക്കരുത്, അതുകൊണ്ട് ചിരിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ 2 അക്ഷരങ്ങളാണ് കഴിഞ്ഞിട്ടുള്ളത്, മാഞ്ഞു പോയിരിക്കുന്നത്. ആ 2 അക്ഷരങ്ങൾ കഴിഞ്ഞിട്ടുള്ള ബാക്കി അക്ഷരങ്ങൾ അങ്ങനെ കിടക്കുന്നു. ആ അക്ഷരങ്ങളിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. 0423824991 എന്നുള്ള നമ്പറിൽ വിളിക്കുക. വിളിച്ചിട്ട് നേരെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അക്ഷരം ഏതാണോ ആ അക്ഷരം തിരഞ്ഞെടുക്കുക. ആ തിരഞ്ഞെടുക്കുന്ന അക്ഷരത്തിൽ ഓരോ ഗെയിമുകൾ ഒളിഞ്ഞിരിപ്പുണ്ടാവും. ആ ഒളിഞ്ഞിരിക്കുന്ന ഗെയിം ഏതാണോ ആ ഗെയിമായിരിക്കും നിങ്ങൾ കളിക്കേണ്ടി വരിക. ആ ഗെയിമിൽ നിന്ന് മാറി എനിക്ക് ഈ ഗെയിം പറ്റൂല എന്നൊന്നും പറയാൻ പറ്റൂല. നിങ്ങൾക്ക് വരുന്ന ഗെയിം എന്താണോ അത് തന്നെ കളിച്ചേ പറ്റുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ ഞാൻ തരാം, ക്വിറ്റ് ചെയ്ത് പോകാം. എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് പോകാം. അല്ലാതെ ആ ഗെയിം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഈ ഗെയിം അല്ല വേണ്ട, എനിക്ക് ആ ഗെയിം ആയിരുന്നു, ഈ ഗെയിം പറ്റൂല, അങ്ങനെയൊന്നും പറയാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്ക് ഇതിനകത്ത് അക്ഷരം തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾക്ക് ഏത് ഗെയിമാണ് വരാൻ സാധ്യതയുള്ളതെന്ന് കണ്ടുപിടിക്കുക. അതൊക്കെ ഒരു സുഖമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരുപാട് ഗെയിമുണ്ട്. അപ്പോൾ ആ ഗെയിമിൽ ഈ വരുന്ന എനിക്കൊരു അക്ഷരം പറഞ്ഞിട്ട് ഇതിനകത്ത് ഏത് ഗെയിമായിരിക്കും വരിക എന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ശ്രമം നടത്താൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് നോക്കാമല്ലോ. അങ്ങനെ നോക്കാൻ വന്നിരിക്കുന്ന ആരാന്ന് നോക്കാം. ഹലോ ഹലോ, നമസ്കാരം. ആരാ? നമസ്കാരം, നിഷിതയാണ്. നിഷിത. അതെ. അതെ, നിഷിത മലയാളി അല്ലേ? അതെ. ഇപ്പൊ തമിഴ് ആൾക്കാർക്ക് വിളിക്കുന്നുണ്ട്, എനിക്ക് അറിഞ്ഞൂടാ. പല ലാംഗ്വേജിൽ നിന്നാ കോൾ വരുന്നത്. തെലുങ്ക് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ പറയും? തെലുസു എന്നൊക്കെ പറയേണ്ടി വരും. നികിത ഏത് അക്ഷരം എടുക്കും? ഓ, നിഷിത എന്നാണല്ലേ? മാനിഷാദ എന്നൊക്കെ പറയുന്നു അല്ലേ? നിഷിത എവിടെയാ? നാട്ടിലെവിടെയാ? എറണാകുളം. എവിടെയാ? മുഹേസ്ന. അപ്പൊ എന്താണെന്നറിയോ, എന്നോട് പറ കഥ. അതായത് എൻ്റെ അടുത്ത് ഒരു മലയാള സിനിമയുടെ മൊഴിമാറ്റം ചെയ്യാത്ത മലയാള സിനിമയുടെ കഥ പറയണം. സിനിമയുടെ കഥ സിമ്പിൾ അല്ലേ? മലയാള സിനിമയുടെ കഥ പറയണം. ഈ കഥ 2 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കണം. ആ കഥ 2 മിനിറ്റിനുള്ളിൽ ഞാൻ ഏത് സിനിമയാണെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ നിങ്ങൾ വിന്നറാവും. ചലഞ്ച് ഒന്നുമല്ല, ഞാൻ അങ്ങനെ വലിയ സിനിമ ആണെന്നാണെന്നല്ല. ഓക്കെ, ട്രൈ ചെയ്ത് നോക്ക്. സിനിമയിൽ നടന്മാരുടെ പേരൊന്നും പറയണ്ട, കഥ പറഞ്ഞാൽ മതി. ഇപ്പൊ നമ്മൾ സപ്പോസ് അമരത്തിലെ കഥ പറയാണ്. ഒരു മുക്കുവനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഒരു മകളുണ്ട്. മകൾ ഇങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് വേറൊരാളുമായിട്ട് പ്രേമത്തിലാകുകയും അദ്ദേഹത്തിന്റെ കൂടെ ഒളിച്ചോടി പോവുകയും ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഥ പറയില്ലേ? ലെറ്റ്സ് ഡു ഇറ്റ്. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അല്ല, തുടങ്ങല്ലേ, കഥ പറഞ്ഞു തുടങ്ങുമ്പോ. പറ. നമുക്ക് ഒരു റൗഡിയാണ്. ആൾക്ക് എന്താ പറയാ, വീട്ടിലെല്ലാവരും ഭയങ്കര തീരെ സപ്പോർട്ടൊന്നുമില്ല. എന്തിന്? റൗഡിസത്തിനോ? അല്ല, ഒരു കാര്യത്തിനും ഒരു സപ്പോർട്ടില്ല. ഓ, അങ്ങനെ. എന്താ പറയാ, അയ്യോ, ഐ എം വെരി ബാഡ് അറ്റ് സ്റ്റോറി. നോ പ്രോബ്ലം, പറ. ഓക്കെ, ഇതുവരെ വളരെ ശരിയാണ്. എന്നിട്ട് ഓക്കെ, ആൾക്ക് ഒരു സപ്പോർട്ടും ഇല്ലാത്ത നടക്കുന്ന സമയത്ത് ആൾക്ക് അമ്മ മാത്രമേ ഉള്ളൂ. പിന്നീടാണ് മനസ്സിലാവുന്നത് അച്ഛൻ മരിച്ചു പോയിട്ടില്ല. അച്ഛൻ തിരിച്ചു വരുന്നു. ഏകദേശം താന്തോന്നിയിലെ കഥ പോലെ ഉണ്ടാ. പറ. സാരമില്ല, കുഴപ്പമില്ല. കാരണം താന്തോന്നി ഒരു റൗഡി ആയിട്ടൊരാള് അമ്മ മാത്രമേ ഉള്ളൂ, കുടുംബക്കാരൊന്നും സപ്പോർട്ടില്ലെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി താന്തോന്നിയാണ്. കാരണം ഞാനൊരു 25-30 തവണ കണ്ട പടങ്ങളിൽ ഒന്നാണ് താന്തോന്നി. ഉറപ്പായിട്ടും ഞാൻ കാത്തിരിക്കും. എന്തായാലും ഒരുപാട് സന്തോഷം, വിളിച്ചിൽ സന്തോഷം. വീണ്ടും വിളിക്കാം. താങ്ക് യു. നമ്മൾ ഒരു ഗെയിമിൽ പങ്കെടുക്കുന്നു, പരാജയപ്പെടുന്നു. നമ്മളവിടെ ഡൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എപ്പോഴും വിജയവും തോൽവിയുള്ള സ്ഥലങ്ങളിൽ സമനില ഉണ്ടാവുന്നത് വളരെ കുറവാണ്. അത് ചില സമയങ്ങളിലുണ്ടാവും. ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും ഒരാൾ തോൽക്കുകയും ഒരാൾ വിജയിക്കുകയും തന്നെ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ മാത്രം കണ്ടാൽ മതി. ഞാൻ ഒരു ദിവസം നിന്ന് എത്ര പേരെടുത്ത് നോക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം. ആരാ? സഹല. സഹല ചെറിയ സഹലയോ വലിയ സഹലയോ?
വലിയ സ്ഥലം. വലിയ സഹലാത്ത അങ്ങനെ വലുതല്ല. അത്ര വലുതല്ല. ഓക്കെ. സഹല എന്ത് ചെയ്യുന്നേ? ഹൗസ് വൈഫാണ്. ഞാൻ സഹലാത്താന്ന് വിളിച്ചപ്പോ അത്ര സഹലയല്ല അത്ര വലുതല്ല എന്ന് പറയാൻ എനിക്ക് ചെറിയ വയസ്സുള്ളൂ, 10-24 വയസ്സുള്ളൂ. കാണുമ്പോ തോന്നി. എന്താ അക്ഷരം പറ, അക്ഷരം പറഞ്ഞേ. ഡി. 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 ഇന്നലെ വന്ന ഒരാള് ഞാൻ കല്യാണം കഴിച്ചാന്ന് പറഞ്ഞിട്ട് അവര് പിന്നെ ഭയങ്കര വിഷമിച്ചാ പോയത്. ഞാൻ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ. പാട്ടിന്റെ പാലാഴിയാണേ. അയ്യോ, അത് മാത്രം വേറെ ഓപ്പൺ ആക്കാൻ ഓപ്ഷൻ ഇല്ല. ക്വിറ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ക്വിറ്റ് ചെയ്യണ്ട, പാടി നോക്ക്. അറിയില്ല, പാട്ട് പാടാൻ അറിയില്ല. പാട്ടിന്റെ പാലാഴി ഞാൻ ഒരു വാക്ക് തരും. ആ വാക്ക് വരുന്ന 7 പാട്ട് പാടിയാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള വാക്കാണ്, ഇഷ്ടം പോലെ പാട്ടുള്ള വാക്കേ തരുള്ളൂ. നോക്ക് എന്തായാലും. ഞാൻ ഏറ്റവും കൂടുതൽ പാട്ടുള്ള ഒരു വാക്ക് തന്നെ ഞാൻ തരാം. മലയാളം പാട്ട് മാത്രമേ പാടാവുള്ളേ. ഈ വാക്ക് ആദ്യം തന്നെ വരണമെന്ന് നിർബന്ധമില്ല കേട്ടോ, എവിടെയെങ്കിലും വന്നാൽ മതി. ഇടയിലോ അവസാനോ ആദ്യം എവിടെയെങ്കിലും വന്നാൽ മതി. ഓക്കെ, റെഡി? ഞാൻ വാക്ക് പൊതുവെ നിരഞ്ജൻ എടുക്കുന്ന കടം എടുക്കാറാണ് പതിവ്, പക്ഷെ ഇന്ന് ഞാൻ അങ്ങനെയല്ല, ഞാൻ തന്നെ തരാമെന്ന് വിചാരിക്കുന്നു. നിരഞ്ജ, ഞാൻ ഈ പിന്നെ ഇത് കൊടുക്കട്ടെ. അതായത് ഇതാണ് വാക്കിതാണ് മഴ. ഇഷ്ടം പോലെ പാട്ടുള്ള വാക്കാണ് മഴ. ടൈം സ്റ്റാർട്ട് ചെയ്തു, പാടൂ. ഒന്നാനാം കൊച്ചു തുമ്പി എന്റെ കൂടെ പോരുമോ നീ, മഴയേ മഴയേ പൂമഴയേ. ഓക്കെ, ഒന്ന് പോട്ട് നിരഞ്ജ, സാരമില്ല. അടുത്ത പാട്. പാടണ്ടേ? പൂനിലാമഴ പെയ്തിറങ്ങിയ രാഗ മാലിക ചൂടാം. 2 പോട്ടെ. ഞാനാ പാടുന്നത്, പണിയെടുക്കുന്ന ഞാനാ. നാളെയാണ് മെയ് ദിനം. പാട്. പാട്ടുണ്ട്, പക്ഷെ അറിയുന്നില്ല പാടാനും. കിട്ടുന്നില്ല. മഴക്കാലമല്ലേ മഴയല്ലേ, അങ്ങനെ എത്ര പാട്ടുണ്ട്. വെട്ടത്തിലെ പാട്ട്. മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി നാടൻ വഴി. കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോ വേറെ എന്തെങ്കിലും ഗെയിം കിട്ടുകയാണെങ്കിൽ അങ്ങനെ കളിക്കാട്ടോ സഹല. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹലോ, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം കളിക്കളത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. കളിക്കളത്തിൽ വിളിച്ചുകൊണ്ടേയിരിക്കേണ്ട നമ്പർ 04238491 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. അതിന് വിളിച്ചു കഴിഞ്ഞാൽ ഈ കിടക്കുന്ന ബാക്കിയുള്ള അക്ഷരങ്ങളിലേക്കായിരിക്കും നമ്മൾ പോകുന്നുണ്ടാവും. 1, 2, 3, 4 അക്ഷരങ്ങളും കഴിഞ്ഞ് ബാക്കിയുള്ള അക്ഷരങ്ങൾ അവിടെ തന്നെ കിടക്കുന്നു. ബിയും സിയും അവിടെ കിടക്കുമ്പോൾ നിങ്ങൾക്ക് വിളിച്ചിട്ട് ഇതുപോലെ നിങ്ങളുടെ ലക്കി ഇന്ന് എനിക്ക് വരുന്ന ഗെയിം എന്തായിരിക്കും, എൻ്റെ ഭാഗ്യം ഇന്ന് ഏത് അക്ഷരത്തിലായിരിക്കും, അതായത് എനിക്ക് സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റുന്ന ഗെയിം കിട്ടണമേ എന്ന രീതിയിൽ വിളിച്ചിട്ട് നമുക്ക് ഇന്നൊരു അക്ഷരം സെലക്ട് ചെയ്ത് ആ അക്ഷരം വരുമ്പോൾ ഞാൻ വിചാരിച്ച ഗെയിം ഇതാണ് എന്ന് പറഞ്ഞ് കിട്ടുവാണോ നമുക്ക് നോക്കാലോ. ഹലോ, നമസ്കാരം. ഹലോ, സംസാരിക്കേ. ഹലോ. ഓക്കെ. ഏതാ അക്ഷരം? അറിയില്ല. തമിഴ് ആൾക്കാർക്ക് ആരാധകര്. തമിഴ് കേൾക്കാൻ, എന്റെ തമിഴ് കേൾക്കാനാണോ? അവര് ചിലപ്പോ കണ്ടിട്ട് വിളിക്കുന്നതായിരിക്കും. ഇങ്ങനെ TV മാറ്റിയപ്പോ കണ്ടിട്ട് വിളിക്കുന്നത്. അവരിവിടെ UAE-ലുള്ള ആൾക്കാരല്ലേ, അപ്പൊ അവരിങ്ങനെ മലയാളം ചാനലൊക്കെ കാണുന്ന എത്രയോ തമിഴ് ആൾക്കാർ, മലയാളം മാത്രം കാണുന്ന ഇഷ്ടംപോലെ തമിഴ് ആൾക്കാരുണ്ട്. നമ്മൾ തമിഴ് കാണുന്നവര് അവര് മലയാളം കാണുന്നുണ്ടാവും. അതുണ്ടാവും ഉറപ്പായിട്ടും. അപ്പൊ ഇതിപ്പോ ഏത് അക്ഷരം എടുക്കുന്നത്? ഏതെങ്കിലും. സൂര്യൻ സ്കൂളിൽ പോയിട്ട് വന്നു. ഇന്ന് പോയി. ഈ രാത്രി വരെ സ്കൂളില്ലല്ലോ, അതുകൊണ്ട് നേരത്തെ വന്നു. അതെ. ഏതാക്ഷരം? ഇയോ? ഈ എന്ന അക്ഷരം വന്നിരിക്കുന്നത് പാട്ടുമാല. അയ്യോ, സിമ്പിൾ അല്ലേ? നിങ്ങളൊരു പാട്ടുകാരി കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് തരും, അതിലൊരു പാട്ട് പാടുമ്പോൾ അതിന്റെ ഇടയിൽ നിന്നും ഞാനൊരു വാക്ക് എടുക്കും, ആ വാക്ക് വീണ്ടും തരും, ആ വാക്കിലുള്ള പാട്ട് വേറെ പാടുന്നു. അങ്ങനെ 7 പാട്ടുകളാണ്. സപ്തസ്വരങ്ങളാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ 7 എന്നുള്ളതിൽ പിടിച്ചത്. സപ്തനിറങ്ങളും സപ്തസ്വരങ്ങളും ആയതുകൊണ്ടാണ് 7 പിടിച്ചിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വാക്ക് മേഘം.
ആ മേഘം പൂത്തു തുടങ്ങി മോഹം പെയ്തു തുടങ്ങി മേഘിനി കേട്ടു നെഞ്ചിൽ പുതിയൊരു താളം അങ്ങനെ എന്തോ അല്ലേ നെഞ്ചിൽ നെഞ്ച് 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 നെഞ്ചാ അയ്യോ നെഞ്ചൊക്കെ ഉണ്ടോ പാട്ട് പിന്നെ പെട്ടു ക്ലൂ ഉണ്ടാ പിന്നെ ലാലേട്ടൻ ലാലേട്ടൻ നെഞ്ചാ അയ്യോ കിട്ടുന്നില്ല ഹലോ നെഞ്ചുണ്ടാ നെഞ്ച് പുള്ളിക്കാരൻ എവിടെ ഉണ്ടെങ്കിൽ പുള്ളിയുടെ നെഞ്ച് ഉണ്ടാവുള്ളൂ നെഞ്ച് പാട്ടുണ്ടാന്ന് കലാപം മണിന്റെ മറ്റേ ഇത് പാടാൻ പറ്റില്ല കേട്ടാ നെഞ്ചുടുക്കിന്റെ അത് പറ്റില്ല അയ്യോ അത് സിനിമാ പാട്ട് തന്നെയാണല്ലേ നെഞ്ചോ അത് കഷ്ടായി പോയി വേറെ പാടുന്നാല് വേറെ ഉണ്ട് നെഞ്ച് വേറെ ഉണ്ട് അയ്യോ എന്താ അത് സിമ്പിൾ പാട്ടിരിക്കല്ലേ ഇപ്പൊ ടി വി കണ്ടോണ്ടിരിക്കുന്ന സകല ആളും പാടിക്കഴിഞ്ഞു ആ പാട്ട് ഇന്നിപ്പോ ടി വി കണ്ടോണ്ടിരിക്കുന്ന എല്ലാരും അവരവരുടെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഓൾറെഡി പാടിക്കഴിഞ്ഞു ആ പാട്ട് സോറി ആണോ ഔട്ടായോ പിന്നെ പാടിത്തരട്ടെ വേറൊരു വാക്കുണ്ടാ ഇല്ലല്ലോ അത് നെഞ്ച് തന്നെ നെഞ്ച് തന്നെയാ ആ നെഞ്ചിനുള്ളിൽ നീയാ അത് മാപ്പിളപ്പാട്ടാണ് അത് പാടാൻ പറ്റില്ല അതാണോ അത് പറ്റില്ല അത് മാപ്പിളപ്പാട്ട് ഇല്ല അത് സിനിമയിലുള്ള പാട്ട് അത് സിനിമയിലല്ല മാപ്പിളപ്പാട്ടാണത് ശരിക്കും പിന്നെ അത് നമ്മുടെ താജുദ്ദീൻ വടകര പാടിയിരിക്കുന്നത് മാപ്പിളപ്പാട്ട് ആൽബമാണ് അത് കൽബാണ് ഫാത്തിമ എന്ന് പറയുന്ന ആൽബം സോങ് ആണത് ഏത് പാട്ടാണ് ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ അതെന്താ ഫോൺ ചെയ്യുമ്പോ ടെൻഷൻ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല അതാണ് എന്റെ വിജയം അതേമാതിരി നിരഞ്ജനം കൊണ്ട് പാടിക്കണേ നിരഞ്ജൻ വെളിയിലേക്ക് വരുന്നില്ല അതാണ് നിരഞ്ജൻ വരും പാട്ടൊക്കെ പാടും നമ്മളെ പേജിലൂടെ ഒക്കെ പാടും ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടുണ്ടായിരുന്നു പിന്നെ പാടും വരും ഓൾറെഡി അന്ന് ഇട്ടിട്ടില്ല ഇടണത്രേ പാട്ടൊക്കെ പാടി വെച്ചിട്ടുണ്ട് ഇനി ഇട്ടാ മതി റെഡിയാവും സെറ്റാവും ഓക്കെ താങ്ക് യു വെരി മച്ച്. അപ്പൊ അങ്ങനെ ഇന്നലെ എന്റെ നെഞ്ചിലെ കുഞ്ഞു മൺവിളക്കുതിയില്ലേ ആ പാട്ടാണ് നെഞ്ച് ഞാൻ കൊണ്ടുവന്നത് അല്ലെങ്കിൽ നെഞ്ചുടുക്കിൻ്റെ താളത്തുടിപ്പിൽ നൊമ്പരങ്ങൾ പാടാം ഞാൻ. നിരഞ്ജ നെഞ്ചിലുള്ള ഒരു പാട്ട് വേറെ നിനക്കറിയുന്ന പറഞ്ഞേ നെഞ്ചിൽ കഞ്ചപാണ് അതും ഒരു തമിഴാണ് ഇപ്പോ ഗാന്ധർവത്തിലെ പാട്ടാണെന്ന് അതായത് നെഞ്ചിൽ കഞ്ചപാണ് ജിഞ്ചിൽ ജിഞ്ചിൽ ജിഞ്ചിൻ ജിഞ്ചിൻ അതാണ് നിരഞ്ജൻ മോഹൻലാൽ എന്ന് പറഞ്ഞ ഓർത്തത്. പക്ഷെ ഞാൻ ഓർത്ത് ബാലേട്ടല്ല ലാലേട്ടന്റെ പാട്ടാ. അടുത്ത ആളിലേക്ക് പോകാനുള്ള സമയം നോക്കാം. 0423822491. ഹലോ ഹലോ നമസ്കാരം. ആരാ? നീത. നീത നീത അക്ഷരം അക്ഷരം ബി. ബി ബി പോസിറ്റീവ്. എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണ് എ ബി പോസിറ്റീവ്. എ ബി പോസിറ്റീവ് ബി. ഏതാണ് വന്നിരിക്കുന്ന ഗെയിം? ഏതാണ് പറഞ്ഞത് പറയണ്ട. അതായത് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ചോദ്യം റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഐ മീൻ നാട്ടിൽ എവിടെയാ, നാട്ടിൽ എന്ന വാക്ക് റിപ്പീറ്റ് ചെയ്യരുത്. ഉണ്ടോ ഉണ്ട്, ഇല്ലേ ഇല്ല, അല്ലേ അല്ല, ഇതും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ചോദിക്കില്ലേ വീട്ടിൽ ഹസ്ബൻഡ് ഉണ്ടോ, അപ്പൊ ഉണ്ട് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് ആണ്. ഇംഗ്ലീഷ് പറയാലോ? യെസ് എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. ഓ നീ എന്താണ് പേര് പറഞ്ഞത്? നിത അല്ലേ? യെസ് നിത. ടൈം സ്റ്റാർട്ട് നൗ. നിത നാട്ടിലെവിടെയാ? എറണാകുളം. എറണാകുളത്ത് എവിടെ? ഇടപ്പള്ളി. ഇടപ്പള്ളി. നമ്മുടെ പ്രദീപ് ബാബു എവിടെയാണല്ലോ ഇടപ്പള്ളി. ഇടപ്പള്ളി അടുത്താണോ? ലുലു മാളിന്റെ അടുത്താണോ? അടുത്താണോ അതോ കുറച്ച് ദൂരം ഉണ്ടോ? അടുത്താണോ കുറച്ച് ദൂരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അടുത്താണ് എന്ന വാക്ക് റിപ്പീറ്റ് അല്ലേ? അടുത്താണോ കുറച്ച് ദൂരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ അടുത്താണെന്ന് പറഞ്ഞത് റിപ്പീറ്റ് അല്ലേ? കത്തിയില്ല, ഗൊത്തില്ല. ഓക്കെ, കുഴപ്പമില്ല. എന്തായാലും വിളിച്ചതിൽ സന്തോഷം അറിയിക്കുന്നു. സുഹൃത്തുക്കളെ, ഒരു സന്തോഷകരമായ കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം അറിയിക്കുകയാണ്. ഇതുവരെ ആരും ജയിച്ചിട്ടില്ല, ഇനി ജയിക്കാൻ പോകുന്നുമില്ല. ഹലോ, ഞാൻ ജയിക്കാൻ പോവാ. ശരി, പുളിക്കും. ബെൽറ്റൊക്കെ മര്യാദ കിട്ടോ? ഞാൻ കെട്ടി വന്നിരിക്കുക, നോക്കാം നമുക്ക്. പേരെന്താ? എന്റെ പേര് സുനിൽ. സുനിൽ. സുനിൽ ഫുൾ നെയിം എന്താ? എങ്ങനെ? ഫുൾ നെയിം എന്താ? സുനിൽ കുമാർ. സുനിൽ കുമാർ ആണ് എന്നെ തോപ്പിക്കാൻ പോകുന്നത്. ഞാൻ ഒരു 10ാം ക്ലാസ് 7ാം ക്ലാസ് പഠിക്കുന്നത് എന്റെ കൂടെ ഈ സനീഷ് കുമാർ ഉണ്ടായിരുന്നു.
എനിക്ക് കുമാർ ഒരു സുഖമില്ലാണ്ടായപ്പോ ഞാൻ അങ്ങ് കട്ട് ചെയ്ത് ദൂരെ കളഞ്ഞു. അത് ശരി. ഈ കുമാർ ഒരു സുഖമില്ലല്ലോ അല്ലേ? കുമാർ ഒരു സുഖമല്ല, അണ്ടനും അടകോടനും ഒക്കെ കുമാറുണ്ട്. അതാ ഞാൻ ഒഴിവാക്കിയത്. ഏതാ അക്ഷരം? അക്ഷരം ഏതാ? അക്ഷരം സി. സി. സിയിൽ എന്താ വരുന്നത് നോക്കട്ടെ മോനെ, എന്നിട്ട് വേണം യുദ്ധം തുടങ്ങാൻ. ഇദ്ദേഹം എന്നെ തോപ്പിച്ച കളിയൊന്ന് പറഞ്ഞിട്ട് വന്നാണ്. എന്താണ്? പാട്ടിന്റെ പാലായി. പാട്ടിന്റെ പാലായി എന്ന് പറഞ്ഞാല് ഞാനൊരു വാക്ക് തരും. ഞാനൊരു വാക്ക് തരും. ആ വാക്ക് വരുന്ന 7 പാട്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് പാടണം. ഞാൻ ഭാര്യന്റെ അടുത്ത് പോയി തിരിക്കട്ടെ, എന്നാലും ശരിയാവും. ഭാര്യയാണോ യഥാർത്ഥ പാട്ടുകാരി? അതെ അതെ അതെ. എന്താ പേരെന്തായിരുന്നു പറഞ്ഞേ? എന്റെ പേര് സുനിൽ കുമാർ. സുനിലേട്ടൻ എവിടെയാ വർക്ക് ചെയ്യുന്നേ? ഞാൻ ഇവിടെ ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തിലാ? ഏത് കമ്പനിയിലാ? ദുബായ് യൂറോ ഗ്രൂപ്പ് എന്ന് പറയും. ദുബായ് യൂറോ എന്താണ് സംഭവം? യൂറോ ചാർജ് ഞങ്ങൾ കൺസ്ട്രക്ഷന്റെ കുറെ ഇതുണ്ട്, സംഭവങ്ങളുണ്ട്. യൂറോ കിട്ടുന്നുണ്ടാ? ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടാ? യൂറോ ഒന്നും കിട്ടുന്നില്ല നമുക്ക്, ദറംസ് കിട്ടുന്നുണ്ടല്ലോ. മതി. അപ്പൊ ഞാൻ ബാക്കി ചേർത്തേ. മോനെ നിരഞ്ജ, ഞാൻ കുറച്ചൊരു ഡിഫിക്കൽട്ടായിട്ട് ടഫായിട്ടൊരു വാക്ക് തരി. നിരഞ്ജ, വാക്ക് കൊണ്ട 7 പാട്ട്. 7 പാട്ട് കിട്ടരുത്, കാരണം എന്നെ വെല്ലുവിളിച്ച് വന്ന ആളാ. നിങ്ങള് കുഴപ്പിക്കുന്ന വാക്കൊന്നല്ല. ഞാനല്ല, നിരഞ്ജന. നിരഞ്ജന ഞാൻ കാണുന്നുണ്ട്, പോയി കാണുന്ന ഒരു ദിവസം പോയി കാണാം അവിടെ. എന്താ വാക്ക്? ഇഷ്ടം പോലെ കിട്ടുന്ന വാക്കാണത്. ഓക്കെ ശരി, പോട്ടെ. ജയിക്കുകയാണ്, ജയിക്കട്ടെ. പക്ഷെ ജയിക്കില്ല എന്ന് ഞാൻ പറയുന്നു. പറയൂ. കടൽ. കടൽ. കടൽ കാറ്റ്. അത് പോയി. മുങ്ങി മരിക്കുള്ളൂ കടലില്. കടൽ. കടലേ കടലേ കടലേ. അതല്ലേ? ഇതെന്ത് കടലാണ്? നിങ്ങൾ നിലക്കടലാണോ മണിക്കടലാണോ? നിലക്കടലേ നിന്ന ആത്മാവിലെ, അതൊരു പാട്ടുണ്ട്. പാട്. കടലേ നീലക്കടലേ. ഓക്കെ, 1. 7 വേണം. എപ്പോ എത്തിക്കാനാ? സമയം പോകുന്നു. പാട്. നോക്കട്ടെ ആലോചിച്ചോണ്ടിരിക്കുക. കടലിനക്കര പോണോരെ കാണാ പൊണ്ണിന് പോണോരെ. പെണ്ണിനല്ല, പൊന്നിന്. കടലിനക്കര പോണോരെ കാണാ പൊന്നിന് പോണോരെ, പോയി വരുമ്പോൾ എന്തു കൊണ്ടുവരും കൈ നിറയെ. പാടടുത്തത് 2 ആയിട്ടുള്ളൂ. 7 വേണം. കായലരികത്ത് വല്ല അതിന്റെ അകത്ത് കടലൊന്നും ഇല്ലല്ലേ? കടലിന്റെ അകത്തുനിന്നാണല്ലോ കായൽ വരുന്നത്. ജയിക്കാൻ വന്നാളാ. 30 സെക്കൻഡ് ബാക്കിയുള്ള 5 പാട്ട് പാടും. നമുക്ക് അടുത്ത ഇതിന് പിടിച്ചാലോ? കാവിലെ പാട്ട് മത്സരത്തിന് ചെസ് മത്സരം പിടിക്കാം. അതാ നല്ലത്. കടലിനഗാധമാം നീലിമയിൽ. വിട്ടു നമുക്ക് അടുത്ത ഇതിന് പിടിക്കാം. ഓക്കെ, എന്തായാലും സന്തോഷം. ആര് വന്നാലും ഞാൻ ജയിക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ പടപടയെന്ന് വിളിച്ചോ. ഇനി പടപട കോൾ എടുക്കാൻ പോകുന്ന സമയമാണ്. ബ്രേക്കിന് ശേഷം. അപ്പൊ ഒരു ചെറിയൊരു ബ്രേക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു വരാം. ഷോർട്ട് ബ്രേക്ക്. യെസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമുക്ക് പടപട കോളിലേക്ക് പോകാനുള്ള സമയമാണ്. ഇനിയിപ്പോൾ അരമണിക്കൂറൊന്നും ഇല്ല. എൻ്റെ ഒരു 10-25 മിനിറ്റും കൂടി 20 മിനിറ്റും കൂടി ഉണ്ടാവുള്ളൂ. നമുക്ക് പെട്ടെന്ന് തന്നെ കോളുകളിലേക്ക് പോകാം. റെഡി? ഫസ്റ്റ് കോളർ. ഹലോ. ആഫ്റ്റർ ദ ബ്രേക്ക് ഫസ്റ്റ് കോളർ. ഹലോ. ഹലോ, നമസ്കാരം. ആരാണ്? അഫീഫ. അഫീഫ. ഒരു സെക്കൻഡ്. അഫീഫ എന്താണെന്നറിയില്ല. അഫീഫ കേക്കാമോ? കേക്കാം. ഓക്കെ, ഏതാ അക്ഷരം എടുക്കുന്നേ? ജെ. ജെ എന്ന അക്ഷരം എടുക്കട്ടെ. ജെ. അഫീഫ. അഫീഫ എവിടെയാ? നാട്ടിലെവിടെയാ? തലശ്ശേരിക്കാരിയാണ്. തലശ്ശേരി ബ്രണ്ടൻ കോളേജിലാണ് പഠിച്ചത്. ആണോ? അടിപൊളി. ജെ. ഓപ്ഷൻ ജെ ആണ് പറഞ്ഞിരിക്കുന്നത്. ജെ എന്ന അക്ഷരത്തിൽ എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. ജയിൽ വന്ന് അഫീഫ എവിടെയാ? ഷാർജ, ദുബായ്, റാസൽ ഖൈമ, അബുദാബി. ദുബായ്ക്കാരിയാണ്. ഇപ്പൊ നാട്ടിലൊക്കെ പോകുമ്പോ ആൾക്കാർ പറയല്ലേ, അഫീഫ വന്നിട്ടുണ്ട് നമ്മുടെ ദുബായ്ക്കാരി എന്ന് പറയല്ലേ. എന്തൊരു സന്തോഷാന്ന് നോക്കിയ ദുബായ്ക്കാരി എന്നൊക്കെ പറയുന്നതൊക്കെ അല്ലേ. ഈ സ്കൂളിന്റെ മീറ്റപ്പ് വല്ലതും പോയോ?
ഇല്ല ഇല്ല ഇപ്പൊ അതൊരു ഫാഷനാണല്ലോ. അത് ഉണ്ടായിട്ടില്ല, ഇപ്പൊ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. സ്കൂളിൽ ഉണ്ടായിരുന്നോ? ഇല്ല ഇല്ല സ്വന്തം സ്കൂളിന്റെ കോളേജിന്റെ ഒന്നും മീറ്റപ്പ് കിട്ടിയില്ല? ഇല്ല ഇല്ല. പക്ഷേ അതെന്ത് പറ്റി? ജെ ആണ് ഓപ്പൺ ആക്കേണ്ടത്. അല്ല, ഞാൻ ഇവിടെ പറഞ്ഞു, ഇവിടെ ജെ എന്താ ഓപ്പൺ ആക്കിയില്ല, ഓപ്പൺ ആക്കുന്നുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് വന്നതിന് താക്കോല് മിസ്സാന്ന് തോന്നുന്നു. ആ, കിട്ടി കിട്ടി. മധുരം മലയാളം കേട്ടോ, മലയാളത്തിൽ മാത്രം സംസാരിക്കാം. ആ റെഡിയല്ലേ? ആ ഏ ആ റെഡിയാണല്ലോ? അതെ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ അഫീഫക്ക് ടൈം കൊടുത്തിരിക്കുകയാണ്. മധുരം മലയാളം, മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള സമയമാണ്. അഫീഫ, ഹസ്ബൻഡ് എവിടെ വർക്ക് ചെയ്യുന്നേ? ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ. എന്തായിട്ട് വർക്ക് ചെയ്യുന്നു പുള്ളി? അവിടെ ആരോ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആരാ ഹെൽപ്പ് ചെയ്യുന്നത്? സിസ്റ്റർ. സിസ്റ്ററോ? ആരാന്ന് ചിരിക്കല്ലേ? ആരാ ഹെൽപ്പ് ചെയ്ത്? വെച്ചിട്ട് പോയി. സോറി, കളിയാക്കിയതായിട്ട് തോന്നരുത് കേട്ടോ. ഇതൊക്കെ ഒരു ഷോയുടെ ഭാഗമല്ലേ. ഷോ ഓഫ് ദ ടൈം. ഹലോ ഹലോ, നമസ്കാരം. നമസ്കാരം. ബിനിത. ആ, ഓക്കെ, അക്ഷരം എഫ്. എഫ്. എനിക്കിന്ന് സമ്മാനം കിട്ടുവാണെങ്കിൽ ആ, വേറെ ആർക്കെങ്കിലും കൊടുത്തോളൂ. ഓ, ഭയങ്കരം തന്നെ. കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയില്ലായിരുന്നോ, അത് ഞാൻ എന്റെ ഫ്രണ്ടും ഫാമിലിയും ഒക്കെ പോയി കണ്ടു. എന്നിട്ട് അവര് ഭയങ്കര ഹാപ്പി ആയി. ആ, ഹാപ്പി ആയി. ആ, അപ്പൊ ഇത് വേറെ ആരെങ്കിലും ഹാപ്പി ആക്കി കൂടെ എന്നാലേ? ഏ ഒരു 2 ടിക്കറ്റ് കൂടി എടുത്ത് പോയി. ആ, അതെ. അപ്പൊ ഇതിപ്പോ ഇന്ന് കിട്ടിക്കഴിഞ്ഞാ പിന്നെ ബിനിതേന്റെ തന്നെ വേറെ ഏതെങ്കിലും ഫ്രണ്ടിനെ ഹാപ്പി ആക്കാം. ആ, നോക്കാം. അപ്പൊ എഫ്. ഈശ്വര, തോക്കണേ. വന്ന പാടൊരു കോൺഫിഡൻസ് കൂടുതൽ. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ തോപ്പിക്കും ഞാൻ. അപ്പൊ മധുരം മലയാളം കേട്ടാ. ഓക്കെ, റെഡി, ടൈം സ്റ്റാർട്ട് നൗ. അപ്പൊ ലാസ്റ്റ് ടൈം ക്രോക്കഡൈൽ പാർക്കിന്റെ ടിക്കറ്റ് പിന്നെ ചേച്ചി പോയായിരുന്നോ? അപ്പൊ ഇല്ല, പോയില്ല. ചേച്ചി പോയില്ല. അപ്പൊ ചേച്ചിക്ക് കിട്ടിയില്ലേ ടിക്കറ്റ്? ഇല്ല, ചേച്ചി ജയിച്ചില്ലേ? ജയിച്ചായിരുന്നു. ചേച്ചി ജയിച്ചില്ലായിരുന്നോ അന്ന്? ജയിച്ചായിരുന്നു. എന്നിട്ടോ എന്താ പോവായിരുന്നേ? ഞാനില്ലായിരുന്നോണ്ട് പോയില്ല. ഓ, അങ്ങനെ. ആ ചേച്ചിക്ക് ഒറ്റക്ക് പോവാനുള്ള വകുപ്പില്ലായിരുന്നു. ഇപ്പൊ സെയിം കമ്പനി അല്ലേ? കമ്പനി മാറിയോ? ഇല്ലില്ല. ഏത് കമ്പനി ഇപ്പോ? അത് തന്നെ. ഏത്? നേരത്തെ എന്താ? നേരത്തെ തന്നെ. നേരത്തെ തന്നെ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട എന്ത്? അങ്ങനൊരു സ്ഥാപനം. വൈദ്യുതിയായിട്ട് എന്ത് ബന്ധപ്പെട്ടത്? കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണോ? അല്ലേ? അതല്ല. അതിനപ്പുറവും ചാടിക്കിടന്നവനാണ് കെ ജോസഫ്. പറ, പിന്നെന്താണ്? പ്രകാശമൊക്കെ തരുന്ന ഒരു സാധനമില്ലേ? പ്രകാശം തരുന്ന സാധനം ഇല്ലല്ലോ. സ്വിച്ചോ? അതൊന്നുമല്ല, വേറെന്താണ് പ്രകാശം തരുന്നത്? സൂര്യനല്ല. മിന്നാമിനുങ്ങാണോ? അതൊന്നുമല്ല. പിന്നെന്താണ്? ഇത് കിട്ടുന്നില്ലല്ലോ. വേറെ ഒരു ഇത്. എന്തിത്? റാന്തൽ വിളക്കിന്റെ സപ്ലൈസ് ആണോ? അത് തന്നെ. അത് പറയണ്ട. അപ്പൊ ഇവിടെ റാന്തൽ വിൽക്കുകയാണോ? അല്ലേ? റാന്തലിന്റെ കമ്പനിയാണോ? അതെ. എന്തിന്റെ കമ്പനി? റാന്തലിന്റെ കമ്പനി. ഈ കമ്പനിയിൽ എത്ര പണിക്കാരുണ്ട്? മൊത്തം സ്റ്റാഫ് എത്ര പേരുണ്ട് ഒരേ ഓഫീസിൽ? കുറെ പേരുണ്ട്. എത്ര പേരുണ്ട്? എന്നാലും ഏകദേശം എത്ര സ്റ്റാഫ് ഉണ്ട്? അതേ അല്ല എന്നുള്ള വാക്ക് ഉപയോഗിക്കരുതെന്ന് പ്രൊഡ്യൂസർ പറയുന്നു. പറ. ഏകദേശം ഒരു 20 എന്നുള്ളതിന്റെ എന്നാ പിന്നെ പറയൂ. ടോ എന്നുള്ളതിന്റെ വാക്കിന്റെ എന്താണ്? ടോന്ന് പറഞ്ഞു. 20യുടെ ടോ വന്നു. ഫുൾ എന്ന വാക്ക് പിന്നെയും പറഞ്ഞു. ഓക്കെ, ശരി. ചൊടിച്ചൊക്കെ പോകുമ്പോ ഒരു സുഖമില്ല അല്ലേ? അല്ലേ? ഇതിന് അടി ഉണ്ടാക്കാൻ അടുത്താരാ? ഇനി ഉണ്ടാക്കാൻ അടി. ഹലോ, ആരാ? എന്റെ പേര് ബിപിൻ. യെസ് ബിപിൻ. ഹൗ ആർ യു ബിപിൻ? People call me Bipin Joseph Alex. ഇവൻ ഒരു പണിയില്ലാണ്ടിരിക്കുകയാണ്. നീ ഒരു അക്ഷരം പറ. ബിപിൻ ഒരു ആക്ടറും കൂടിയാണ് കേട്ടോ.
പുള്ളിക്കാരൻ ഇപ്പൊ ലാസ്റ്റ് അഭിനയിച്ച സിനിമ റൂം ഷിഫ്റ്റിംഗ്, എന്റെ റൂം ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന സിനിമയായിരുന്നു. ആ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെറാമിക്കിന്റെ പ്ലേറ്റ് താഴെ വീണ് ക്ലിം 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 എന്ന് പറഞ്ഞിട്ട് കാലിന് കീറിട്ട് 10 സ്റ്റിച്ച്. സ്റ്റേറ്റ് അവാർഡ് കിട്ടിയായിരുന്നു അതിന്. അതെ, സ്റ്റേറ്റ് അവാർഡ് ആയിരുന്നില്ല, അത് സ്റ്റിച്ച് അവാർഡ്. ആ ഓക്കെ, അക്ഷരം പറ. അക്ഷരം പറയണോ? ആ ബി. ബി എല്ലാം കഴിഞ്ഞ്. എന്നാ പിന്നെ ഏ കഴിഞ്ഞ്. നിന്നെ കൊണ്ട് അക്ഷരം പറയും. പി ഉണ്ട്, ഭാഗ്യം. പി 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 എന്താണ്? കഥയും കഥാപാത്രവും അല്ലേ? കഥാപാത്രവും സിനിമയും. അപ്പൊ ഞാൻ പറഞ്ഞുതരാം മോനെ. ഓക്കെ, ഇത് ഏത് സിനിമയിലെ ഏത് നടനാണ് പറഞ്ഞതെന്ന് പറയണം. ഏത് സിനിമയിലാണ് ഏത് നടനാണ് പറഞ്ഞതെന്ന് പറയണം. 2 എണ്ണം തരും, അത് രണ്ടും പറയണം. ഒന്ന് നോക്ക്, ടൈം സ്റ്റാർട്ട് നാവും. ഗ്രഹണം ബാധിച്ചാലും സൂര്യൻ ആ കറുത്ത മറ നീക്കി പുറത്തു വരും. ശിവനോടൊക്കെ ചോദിക്കണം, എന്നെ വേണം പറയാൻ. അപ്പൊ പിന്നെ ഞാൻ അടുത്തത് ഈ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടും. ഏതാ സിനിമ എന്ന് പറഞ്ഞു നരസിംഹന്ന്. അതൊക്കെ പറഞ്ഞു, പെട്ടെന്നായിരുന്നല്ല, ഞാൻ പോലും അറിയുന്നതിന് മുമ്പ് പറഞ്ഞു. ഇത് കിട്ടൂല, ഇത് ഞാൻ നേരത്തെ ചോദിച്ചിട്ടില്ല അവൻ. അത് വേണ്ട, അത് കിട്ടും. ഇത് വേണ്ട, ഇത് മതി, ഇത് മതി. ഓക്കെ, പുറമേ നിന്ന് നോക്കുന്നവർക്ക് ഇറ്റ് ഈസ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്, ബട്ട് ഇത്രയും വൃത്തികെട്ടൊരു ജോലി എന്നിട്ട് ഞാൻ ദിവസവും പോകുന്നില്ലേ, കാരണം 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ. നിനക്കൊരു പണിയില്ലാണ്ടിരിക്കുകയാണോ? ഞാൻ സത്യമായിട്ട് ചോദിക്കുകയാണ്, ഇത് വേറൊരാളും ജയിച്ചിട്ടില്ല. കറക്റ്റാ, രണ്ടും വളരെ ശരിയാണ്. ഇന്നത്തെ ദിവസം ആരും ജയിക്കില്ലെന്ന് പറഞ്ഞിട്ട് നിന്ന എപ്പിസോഡാ. എന്റെ കംപ്ലീറ്റ് കോൺഫിഡൻസ് ഇറങ്ങി പോളാ വിത്തക്കാളി. അപ്പൊ എന്നാലും ഒരുപാട് സന്തോഷം. എൻ്റെ ഒരു അടുത്ത കൂട്ടുകാരൻ കൂടിയാണ് ബിപിൻ ജോസഫ് അലക്സ് എന്നൊക്കെ അവൻ വെറുതെ പറഞ്ഞു, വേറെന്തോ പേരാ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ബിപിൻ ബിപിൻ. ഹലോ 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 ഹലോ, ആരാ? ശശീന്ദ്ര. ഹാ, ഉഷാറല്ലേ? ഇന്ന് തോൽവിയുടെ പരാജയത്തിന്റെ ദിവസമാണ്. നോക്കാം, തോൽവിയല്ല. നോക്കട്ടെ, ഏതാ അക്ഷരം? അക്ഷരം എച്ച്. എച്ച് എന്നൊക്കെ പറയാം. പാട്ടിന്റെ വന്നു കഴിഞ്ഞാൽ പണിയാവും. എനിക്കറിഞ്ഞൂടെ എന്താ വരാൻ പോണേന്ന്. എന്താണ് പാട്ടിന്റെ പാലായി? പിന്നെയും പാട്ടിന്റെ പാലാഴിയാണല്ലോ. അല്ല, ഇത് പാട്ടിന്റെ പാലായി ആണോ? ഒന്ന് വായിച്ചു നോക്കിയേ നിരഞ്ജൻ. പാട്ടിന്റെ പാലായി. എന്താണത്? പാട്ടിന്റെ പാലായി അല്ലേ? അതെ, ആണ്, പാട്ടിന്റെ പാലായി തന്നെയാണ്. ടിവിയിൽ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ തന്നിരിക്കുന്ന അക്ഷരം അല്ല വാക്ക്, ഈ വാക്കുണ്ടല്ലോ, ഈ തരുന്ന വാക്ക് വെച്ചിട്ടുള്ള പാട്ടുകളാണ് പാടേണ്ടത്. ഈ വാക്ക് തരുന്ന ആള് നിരഞ്ജനാണ്. ഓക്കെ, നിരഞ്ജ. നിരഞ്ജ, വാക്ക് പറയൂ. വാക്ക് നിരഞ്ജനാ തരുന്നേ. വാക്ക് തന്ന അപ്പൊ തരുന്നേ. മൊത്തം പാട്ട് ആക്കിയാ മതിയായിരുന്നു. ഇല്ല, അങ്ങനെ അത് ഇവൻ ടോണീന്റെ മിസ്റ്റേക്കാണ്. ഞാൻ ഐ വിൽ ടേക്ക് ഹിം. നിന്നെ പ്രത്യേകം ഗൗനിച്ചിക്കറേ. പകൽ. ഇതിലല്ലേ 7 പാട്ടുണ്ടാ? പകൽ. സുന്ദരമാണ് പാലാഴിക്കടയിൽ. പഴയ വണ്ടിയാണ്. ഒന്ന് നല്ല പഴക്കുണ്ട്. അടുത്ത പാട്. പകലധികം പാട്ടൊന്നും ഇല്ലെന്ന് ഉണ്ട്. ഒന്നും കാണാണ്ട് ഉപ്പ വെള്ളം കുടിക്കൂല. ഒന്നും കാണാണ്ട് നിരഞ്ജൻ പറയൂല. പകൽ. ഈ നമ്മള് പകലും പിന്നെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് കൂടിയുള്ള ഒരു പാട്ട് എനിക്ക് തന്നെ ഓർമ്മയുണ്ട്. രാത്രി ഇങ്ങനെ നോക്കട്ടെ, ചിന്തിക്കട്ടെ. പിന്നെ 2 മിനിറ്റ് സമയം ആകെയുള്ളൂ. കുറവുണ്ടാ? എന്ന് സമയം കുറയുന്നുണ്ട്. നല്ല പാട്ട് കുറവുണ്ടാ? പാട്ടൊന്നും കുറവില്ല, ഇഷ്ടം പോലെ പാട്ടുണ്ട്. നിരഞ്ജൻ ഇപ്പൊ തന്നെ 8 പാട്ടെന്റെ എവി പാടി. ചന്ദ്രിക. ചന്ദ്രിക പകല്. ഇപ്പൊ എന്താണ്? രാത്രി പകൽ. ഒന്നും എനിക്കറിയില്ല. ആ പാട്ടറിയില്ലേ?
ഷേ രാത്രി പകൽ എന്ന് പറഞ്ഞ പാട്ടുണ്ടോ? ആ ഒന്നാമത് രണ്ടാമത്തെ കൂട്ടത്. ആ പിന്നെ അങ്ങ് കൂട്ടല്ലേ, അങ്ങ് കൂട്ടത്തൊന്നുമില്ല. അത് ഞാൻ അവസാനം പാടിത്തരും. അന്ന പാട്ട് ഏത്? തോറ്റ് രാത്രി പകലിനോട് എന്ന പോലെ യാത്ര ആ ഇപ്പൊ കിട്ടി. അപ്പൊ ഈ രാത്രിയും പകലും പറഞ്ഞു തന്നിട്ട് നിങ്ങൾക്ക് അത് പാടാൻ പറ്റില്ല. ഞാൻ അതിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെ ഇത്ര വ്യക്തമായി തന്നു. പകൽ പൂവേ ഒഴിയാതെ എന്ന് പറയുന്ന പാട്ടാടാ. പാട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിപ്പോ. ഇന്ന് തിങ്കളാഴ്ച നല്ല ദിവസം അതിനകത്ത് പോയി കാണും. എല്ലാ പാട്ടുകളും ഉണ്ട്. ഇവിടെ പാട്ടിനൊന്നും ഒരു പഞ്ഞമില്ല. നമ്മളെ കവികൾ എഴുതി തള്ളിയിരിക്കുകയായിരുന്നു പാട്ടുകൾ. നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ എന്ത് ചെയ്യും? അപ്പൊ ശശിയേട്ടൻ തോറ്റായി പ്രഖ്യാപിക്കുന്നു. പോയി അടുത്ത. അയ്യോ പോയി, ശശിയേട്ടൻ പോയി. അടുത്ത ഐ എം ഓക്കെ. ഹലോ, എൻ്റെ മോൻ ഇതേപോലെ ഇങ്ങനെ എവിടെയെങ്കിലും തട്ടി വീണ് കഴിഞ്ഞാൽ അവനിങ്ങനെ ഇടാ. ഹലോ, ആ കണക്ട് ചെയ്തായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ട്. എന്താ പേര്? ആ കടയിൽ നിന്ന് ആള്. ആ ഓക്കെ. പേരെന്തായിരുന്നു? ശാന്ത ചേച്ചി. ആ ശാന്ത ചേച്ചി ഇന്നലെ വിളിച്ച് ജയിച്ചില്ല അല്ലേ? ഇന്ന് ജയിക്കാൻ വേണ്ടി നമുക്ക് പറ്റുമോ നോക്കാം. ഒരക്ഷരം പറഞ്ഞാൽ നോക്കട്ടെ. നമുക്കിനി ബാക്കിയുള്ളത് GIMN. ആ ജി ഉണ്ട്, ഐ ഉണ്ട്, കെ ഉണ്ട്, എം ഉണ്ട്, എൻ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ ജി ആണ്. സി ഇല്ല ജിയേ ഉള്ളൂ. ജി 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 ആ ഗണേശൻ എഴുതുന്ന ജി ആണോ? ജി ആണ് എടുക്കണേ. ആ ജി സിമ്പിൾ ആണ്. മധുരം മലയാളം. മലയാളത്തിൽ മാത്രം സംസാരിക്കാൻ റെഡി. ടൈം സ്റ്റാർട്ട് ആവും. അപ്പൊ ശാന്ത ചേച്ചിക്കാണ് വന്നിരിക്കുന്ന അവസരം. അപ്പൊ ശാന്ത ചേച്ചി നാട്ടിൽ ഇപ്പൊ പോയിട്ട് എത്ര വർഷമായി? ലാസ്റ്റ് എപ്പാ പോയേ? 6 മാസമായി. 6 മാസം മുമ്പ് പോയിരുന്നോ? 6 മാസം മുമ്പ് നാട്ടിൽ പോയിരുന്നോ? എല്ലാരും കൂടി പോയോ അതോ ഒറ്റക്ക് പോയോ? എന്താ അങ്ങനെ പോവാൻ കാരണം എന്താ? ആ അങ്ങനെ. അപ്പൊ ടിക്കറ്റ് ഒക്കെ ഭയങ്കര റേറ്റ് അല്ല? അപ്പൊ നേരത്തെ എടുക്കോ ടിക്കറ്റ്? ടിക്കറ്റ് ഒക്കെ മതി മതി മതി. സോ എൻ്റെ അമ്മയുടെ വയസ്സുള്ള ആൾക്കാരെയൊക്കെ തോപ്പിച്ചു വിടുമ്പോൾ നല്ല വിഷമമുണ്ട്. എന്നാലും ഇതെന്റെ ജോലിയുടെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. അത്രയും മാത്രമേ ചിന്തിക്കണ്ടു കേട്ടോ. അങ്ങനെയുള്ളൂ, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിക്കാവൂ. ഹലോ ഹലോ, നമസ്കാരം. ആരാ? അനൂപാണ് മനീഷ. കുറച്ചായി കണ്ടിട്ട്. തോക്കാൻ വേണ്ടി വന്നായിരിക്കും. നോക്കട്ടെ അക്ഷരം പറഞ്ഞാലും. നമ്മള് മൊത്തം വെള്ളത്തിൽ മുങ്ങി. ഇല്ലപ്പാ, അതെല്ലാം ശരിയായില്ല. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. ഞാനും അതിന്റെ ഭാഗമായിരുന്നു. നമ്മളും ബാധിക്കപ്പെട്ടവനായിരുന്നു. നമ്മുടെ ഏരിയയാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്. സെയിം ബിച്ച്. ഓക്കെ, അക്ഷരം പറ. എം. അനൂപിൽ എവിടെയാ എം? അനൂപില് എന്നല്ലേ വേണം? കഥാപാത്രവും സിനിമയും പിന്നെയും വന്നു. ഏതാണ്? കഥാപാത്രവും സിനിമയും. കഥയും കഥാപാത്രവും കേട്ടാ. കഥയും കഥാപാത്രവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഡയലോഗ് ഏത് സിനിമയിലാണ് ഏത് നടനാണ് പറഞ്ഞതെന്ന് പറയണം. ഓക്കെ ഓക്കെ. അപ്പൊ ഫസ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. റെഡി, ടൈം സ്റ്റാർട്ട് നൗ. ചതി, കൊടും ചതി. സംവിധായകൻ ജോഷി എന്നെ ചതിച്ചു. മമ്മൂട്ടി. കോട്ടയം കുഞ്ഞച്ചൻ. എന്റെ മോനെ, നിങ്ങളല്ലേ എല്ലാ സിനിമയും കണ്ടിട്ട് ഇങ്ങനെ നടക്കല്ലേ? എല്ലാരും ഇത് പണ്ടത്തൊക്കെ ഫേമസ് അല്ലേ? എന്നാലും ഒരു ഇത് ഭയങ്കര വിഷമായിപ്പോയി എനിക്ക്. ഞാൻ ഇത്ര പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല. അടുത്ത ഡയലോഗ് ഞാൻ സിമ്പിൾ ആയിട്ട് അതൊക്കെ ഫേമസ് ആയതുകൊണ്ട് അറിയില്ല. അതന്നെ എപ്പോഴും സിനിമയോട് ടിവിയിൽ വരാത്ത. ഇതും ഫേമസ് തന്നെയാണ്. വിശന്ന് വലഞ്ഞു കയറി വന്ന് എനിക്ക് ഒരു നേരത്തെ ആഹാരം കാണിച്ച ആ കുട്ടിയുടെ സ്നേഹം ഉണ്ടല്ലോ, അതോടെ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സ്ത്രീധനം. സിനിമയുടെ പേരാണ് പ്രശ്നം. ശരിക്കും തിലകൻ. ആ സിനിമയുടെ പേര് തെറ്റിച്ച് പറ. പൃഥ്വിരാജിന്റെ സിനിമയാണ്. വളരെ ശരിയാ. രണ്ടെണ്ണം എന്റെ മനസ്സിൽ. അത് കാരണം എനിക്ക് ഡൗട്ട്. രക്ഷപ്പെട്ട്. ഒരു ക്ലൂതാരേ? ഞാനില്ല, ഞാൻ പന പോലെ വളരാനാ. ദുഷ്ടം പന പോലെ വളരുമെന്ന് അമ്മ പറഞ്ഞേക്കുന്നേ. ഒരു ക്ലൂതാരേ? ഒന്നാ ഈ പൈസ വെച്ചിട്ടുള്ള പരിപാടിയല്ലേ? അല്ലേ? അല്ല, അമ്മ കയ്യിന്ന് പോയി. എന്തിനു ദുഷ്ടാ,
കൃത്യമായിട്ട് അറിഞ്ഞിട്ട് എന്റെ ആ എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അതൊക്കെ വാസ്തവമാണല്ലോ, വാസ്തവം. എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. വാസ്തവമാണ് ഇതാണെന്നുള്ള ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. ഞാൻ ശരിക്കും പ്രതീക്ഷിച്ച ഒരാൾ തോക്കുമെന്ന്. ജയിച്ച്. അപ്പൊ എന്തായാലും ജയിച്ചൊരു സന്തോഷം ഇല്ല, എന്നാലും ചെറിയ ഒരു സന്തോഷം. അടുത്ത ആളിലേക്ക് പോവാം. ഹലോ ഹലോ, നമസ്കാരം. ആരാ? നമസ്കാരം. നമസ്കാരം. എന്റെ മോനെ തമിഴ് വന്നടാ. തമിഴ്. ഒരു മിനിറ്റ്, ഞാൻ ഒന്ന് മൈക്ക് ശരിയായിക്കോട്ടെ. ഓക്കെ, ഐ ആം ഓക്കെ. അക്ഷരം ഇനി ആകെ 2 അക്ഷരം, 3 അക്ഷരം മാത്രമേ ബാക്കിയുള്ളൂ. IKM. N. N. K for കേരള. ആമാ. കഥ പറയുമ്പോൾ ഇതിപ്പോ ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന സംഭവമാണ്. കാരണം ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മലയാള സിനിമകൾ മാത്രമായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനൊരു തമിഴ് സിനിമയുടെ കഥ പറഞ്ഞുതരും. പക്ഷെ എന്നെ കൊണ്ട് ഒരുപാട് തമിഴ് പറയിക്കരുത്, ആൾക്കാർ ബോധം കെട്ടു വീഴുന്നുണ്ട്. അപ്പൊ എനിക്ക് അറിയുന്ന പോലെ മലയാളവും തമിഴും മിക്സ് ചെയ്ത് ഞാൻ ആ കഥ പറഞ്ഞുതരും. അപ്പൊ അത് ഏത് സിനിമയാണെന്ന് നിങ്ങൾ എല്ലാരും ചേർന്നിട്ടാ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ എല്ലാരും ചേർന്നിട്ട് അതിന്റെ ഉത്തരം പറയണം. മൂവി നെയിം പറയണം. അതൊന്നും എനിക്കറിയണ്ടേ ഇതിന്റെ കഥ പറയാൻ വേണ്ടിട്ട്. അതായത് ഇത് എങ്ങനെ പറഞ്ഞു കൊടുക്കും ഭഗവാനെ. ഒരുവിധം തമിഴ് പടം ഞാൻ കണ്ട എല്ലാ പടവും, മിക്ക പടങ്ങളും ഇവരെല്ലാരും കണ്ടിട്ടും ഉണ്ടാവും. ഒരാള് ഗുണ്ടയാണ്. ഗുണ്ട. ഓക്കെ, ബട്ട് ഇയാള് ഗുണ്ടയാണെങ്കിലും ഇയാള് ഇങ്ങനെ ഭയങ്കരമായ ഈ ക്രിമിനൽസിനെയൊക്കെ കൊല്ലുക, അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണ്. ഓക്കെ, പക്ഷെ ഇയാളൊരു പെൺകുട്ടിയായിട്ട് ഭയങ്കരമായ അഗാധമായ പ്രണയത്തിലാവുന്നുണ്ടേ. ഈ പെൺകുട്ടിക്കൊരു അനിയനും കൂടിയുണ്ട്. ആള് പക്ഷെങ്കിൽ കുറേ ഈ സിനിമേന്റെ ഏകദേശം ഒരു ക്ലൈമാക്സ് എത്താനാവുമ്പോഴാണ് നമുക്കറിയാം ഇയാളൊരു ഗുണ്ട മാത്രമല്ല, ഇയാളൊരു പോലീസ് ഓഫീസറും കൂടിയാണ്, ഒരു IAS ഓഫീസറാണ്, IPS ഓഫീസറാണ് എന്നൊക്കെ മനസ്സിലാകുന്നത്. കിട്ടിയില്ല. ഈശ്വര, രക്ഷപ്പെട്ട്. അങ്ങനെ ഇയാളുടെ അച്ഛനും ഇതേപോലെ ഒരു ചെറിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നേ. കിട്ടിയിട്ടില്ല. ഇയാളുടെ മകൻ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ ഇയാളെ ദത്തെടുത്ത് വളർത്തുന്നുണ്ടേ. ഈശ്വര, കിട്ടിയിട്ടില്ല. ഓക്കെ, അങ്ങനെ ഇരിക്കെ ഇദ്ദേഹത്തിന്റെ മകനെ ഈ ഒരു വേറൊരു ഗുണ്ട വരികയും ആ ഗുണ്ട ഈ മകനെ കൊലപ്പെടുത്തുകയും ചെയ്യും. കൊലപ്പെടുത്തിയതിനു ശേഷം പിന്നെ ഈ അച്ഛനെയും കൂടി കൊലപ്പെടുത്തും. അങ്ങനെയാണ് ഈ മറ്റേയാള് പോലീസ് ഓഫീസറാണ് എന്ന് ഈ ഗുണ്ട അറിയുന്നത്. കിട്ടിയില്ല. എന്നാ സിനിമേന്റെ പേര് പറഞ്ഞേ. അതിനുശേഷം ഈ ഗുണ്ടയെ ആ പോലീസ് ഓഫീസറായ മകൻ കൊന്നു കളയും. കിൽപ്പണ്ണുവേ. ഏതാ സിനിമ? ഗുണ്ട തന്നെ ഹീറോ തന്നെ പോലീസ് തന്നെ ഗുണ്ട, എല്ലാം ഒന്ന് തന്നെ. ഗുണ്ട മീൻസ് ക്രിമിനൽ. ഞാൻ ടൈം ഔട്ടായി, പറയട്ടെ സിനിമ. പോക്കിരി പാത്തിருக்கா? ஆமா. விஜய் வந்து குண்ட மாதிரி தான் பிஹேவ் பண்ணுவேன். அதுக்கப்புறம் தான் போலீஸ் ஆஃபீஸரா வருவேன் லாஸ்ட்ல. போக்கிரி நான் ஒரு 10-15 தடவை பார்த்திருக்கேன். கடவுளே കാപ്പാത്തിയാച്ച്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. അങ്ങനെ തമിഴ് ആൾക്കാരെ തമിഴ് പടം പറഞ്ഞിട്ട് തന്നെ ഞാൻ തോപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സമ്മതിക്കണ്ടേ. അടുത്ത ആളിലേക്ക് പോവാം. ഹലോ. നമസ്കാരം. ആരാ? നമസ്കാരം, നജീബ്. എന്തൊക്കെയുണ്ട് വിശേഷം നജീബ്? സുഖമായിരിക്കുന്നു. നമുക്കൊരു അക്ഷരം എടുക്കാം, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. അക്ഷരം ഉള്ളത് ഐയും ഉണ്ട് എന്നും ഉണ്ട്. ഹലോ. പാട്ടിന്റെ പാലാഴി കിട്ടുമോ? പാട്ടിന്റെ പാലാഴി കിട്ടുമോ അറിഞ്ഞൂടാ നജീബേ. ഐയും ഉണ്ട് എന്നും ഉണ്ട്. കഴിഞ്ഞിട്ടുണ്ടാവും മിക്കവാറും പാട്ടിന്റെ പാലാഴി. എന്ന് പാട്ടിന്റെ പാലാഴി ആണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. എന്ന അക്ഷരം നജീബ് എന്നുള്ളത് കൊണ്ടായിരിക്കും എന്നെ എടുത്തിട്ടുണ്ടാവും അല്ലെ?
ഭയങ്കര ഭാഗ്യമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. എന്നിൽ എന്താ വരുന്നത് നോക്കട്ടെ. ഞാൻ ഈ ഗെയിം ബോക്സ് തുടങ്ങിയതിന് ശേഷം ഞാൻ ആക്കാപ്പ കണി കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു ടോണിക്ക് എന്തോ ആക്കാപ്പയോട് കാര്യമായ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അത് ഇട്ടിട്ടേ ഇല്ല എവിടെയും. ഓക്കെ, എന്നെന്ന അക്ഷരം വരുന്നു. എന്നെന്ന അക്ഷരം ഓപ്പൺ ആയിട്ടില്ലല്ലോ. അന്താക്ഷരി. ഏകദേശം പാട്ടിന്റെ വാലാഴിവല്ല, പക്ഷെങ്കിൽ നമ്മൾ രണ്ടുപേരും പാട്ട് പാടും. അപ്പോൾ അവസാനം പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പം അവസാനത്തെ വാക്കിന്റെ ആദ്യത്തെ അക്ഷരമാണ് ഇങ്ങോട്ട് തരേണ്ടത്. മലയാളം. നജീബ്, എങ്ങനെയാന്ന് മനസ്സിലായോ ഗെയിം? അവസാന അക്ഷരം, അവസാന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം അതെനിക്ക് ഇങ്ങോട്ട് തരണം. ഇങ്ങോട്ട് തരുന്ന സമയത്ത് നിങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്, ടൈം ഔട്ട് ആവുകയാണ്, നിങ്ങൾ ഔട്ടായി പോകും. അപ്പൊ നോക്കി കളിക്കണം. ടിവിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 10 സെക്കൻഡ് ഡിഫറൻറ്റ് ഉണ്ടാവും കേട്ടാ. റെഡി അല്ലേ? ഓക്കെ. അപ്പൊ ഫസ്റ്റ് പാട്ട് നിങ്ങൾ തന്നെ പാടിയിട്ടൊരു അക്ഷരം എനിക്ക് ഇങ്ങോട്ട് തന്നോ. ഇന്ന് 8:30 മുതലുള്ള ഫുള്ള് എപ്പിസോഡും കണ്ടു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പാട്ട് പാടിയത്. നീലിമയിൽ. അപ്പൊ അക്ഷരം എന്ത് വരും? നീലിമയിൽ എന്നുള്ളതിന് അതൊരു വാക്കല്ലേ. അപ്പൊ അങ്ങനെയാണ് തരേണ്ടത് കേട്ടാ. ഞാനാ പാടണ്ടേ. അപ്പം എന്ന അക്ഷരത്തിൽ ഞാൻ പാടുമ്പോ നീനക്കെന്റെ മനസ്സിലെ മലരിട്ട വസന്തത്തിൻ മഴവില്ലു മെനഞ്ഞു തരാം. താമര നൂലിനാൽ മെല്ലയൻ മേനിയിൽ തൊട്ടു വിളിച്ചു. അക്ഷരം പറയാ, എന്നാലേ ഇങ്ങോട്ട് എത്തൂ. വിളിച്ചു. വാ താമര പെണ്ണേ നീ എൻ പൂങ്കരളല്ലേ. പൂങ്കരളല്ലേ, കരളല്ലേ. കാക്കത്തമ്പൂരാട്ടി. അങ്ങനെ വല്ലതും പാട്. കാക്കത്തമ്പൂരാട്ടി കറുത്ത മണവാട്ടി കൂടെ വീടേ. കറുത്ത പെണ്ണേ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ. നാളികേരത്തിൽ അങ്ങനെ നിന്നോണ്ട് നിൽക്കുമ്പോ ടൈം ഔട്ടായി. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം ശരിയാക്കാം. ഇത് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. എന്നാലും സാറിന് ഔട്ടായിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഇനി എനിക്ക് 2 പേര് ലക്കി ഡ്രോയിൽ 2 പേരെ തിരഞ്ഞെടുത്തിട്ട്, അല്ല അതിൽ ഒരാൾ ആരാ ജയിച്ചത്? അത് നോക്കാം. അത് 2 പേര് ജയിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പേരായതുകൊണ്ട് ഒരാളെ നറുക്കിട്ടെടുത്തിട്ട് ഒരാൾക്ക് മാത്രമേ ഞാൻ ക്രോക്കഡൈൽ പാർക്കും. പിന്നെ ബാക്കിയുള്ള വരുന്ന ഒരാൾക്ക് ഏതെങ്കിലും ഒരു ഗിഫ്റ്റ് 800-825-825 വിളിക്കുക. 2 പേരും 800-825-825 നാളെ തന്നെ വിളിച്ചോളൂ. ഒരു ചെറിയ ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക്. ഓക്കെ. Kadikalam, powered by Time Express Cargo, your perfect cargo partner. Call now 800-2746. Gift sponsored by Dubai Crocodile Park. Book tickets on DubaiCrocodilePark.com. Ujala, a Jyoti Laboratories Ulpanam. Green Olive Ladies Saloon, Al Qasmiya, Sharjah. Papa, leave it here. Illada mone. Call toll free 800-2746. അഗെയിൻ 2 എണ്ണം 1, 2. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ആൾക്കാരുടെ വിജയ ശതമാനം വളരെ കുറവാണ് കേട്ടോ. നിങ്ങളിങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അഹങ്കാരം വരുവേ. അപ്പോൾ എല്ലാവരും ജയിക്കാനായിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക, ജയിക്കണം. അപ്പോൾ ജയിച്ചുകൊണ്ടേ ഇരിക്കട്ടെ. സമ്മാനം അത് കൊടുത്ത് തീർക്കണ്ടേ എനിക്ക്, അതിന് വേണ്ടിയിട്ടാണ്. എൻ്റെ കൂട്ടുകാരാ ബിബിനാണ് സമ്മാനം കിട്ടിയത്. അപ്പോൾ ബിബിൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബിബിൻ UBL നമ്പറായിട്ടുള്ള 800-825-825 എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. അതായത് 800-UBL എന്നുള്ള നമ്പറിലേക്ക് വിളിക്കുക. വിളിച്ചിട്ട് സമ്മാനത്തിന് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ നേരിട്ട് ക്രോക്കഡൈൽ പാർക്കിൽ നിന്ന് വിളിക്കുന്നതായിരിക്കും. ബിബിനാണ് അപ്പോൾ പാർക്കിൽ പോകാനുള്ള സമ്മാനം കിട്ടിയിരിക്കുന്നത്. ബാക്കി മറ്റേ ഒരാൾക്ക് കിട്ടുന്നത് സമ്മാനം
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 800-825-825 വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ സമ്മാനം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അടുത്ത തിങ്കളാഴ്ച കാണുന്നവരേക്കും ഗുഡ് നൈറ്റ്. സൈനിങ് ഓഫ് സനീഷ് ചാക്യാർ വിത്ത് മീ നിഷാദ് ഖാൻ, നിരഞ്ജൻ, ടോണി, സച്ചു, ബൈ ആൻഡ് റാഫി. ഗുഡ് നൈറ്റ്.